ജസ്ന സലീമിനെ പോലെയുള്ള ആളുകൾ ഗുരുവായൂർ അമ്പലനടയിലേക്ക് വന്ന് വിശ്വാസികളായ ആളുകൾക്ക് പോലും ഒരു ഫോട്ടോ, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആക്കിയതിനെ കുറിച്ചിട്ടൊന്നും ഗോപാലകൃഷ്ണന് പ്രശ്നമില്ല എന്നുള്ളതാണ്. പകരം ആ നിയോജക മണ്ഡലത്തിൽ, ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ മുസ്ലിങ്ങളായ ആളുകൾ MLA-മാരായി വരുന്നതാണ് ആളുടെ പ്രശ്നം എന്നുള്ളതാണ്. ഈ MLA-മാർ ഈ അമ്പലത്തിന് വേണ്ടി എത്രത്തോളം ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കൊക്കെ ഇയാൾ തന്നെ അന്വേഷിച്ചാലും മനസ്സിലാവുന്നുള്ളതാണ്. പക്ഷെ അതിനൊന്നും നേരെയില്ല. ജസ്ന സലീമിനെ കുറിച്ച് ആൾക്കൊന്നും സംസാരിക്കാനില്ല. കാരണം ഇവര് നല്ല രീതിയിൽ അവരെ പൊക്കി അടിച്ച് നടന്നതാണെന്നുള്ളതാണ്. മുസ്ലിം പെൺകുട്ടി കണ്ണനെ വരയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 1970 ഗുരുവായൂർ അമ്പലം കത്തിയിരുന്നു, തീപിടിച്ചിരുന്നു. ശ്രീകോവിലിന് അടുത്ത് വരെ തീയെത്തിയിരുന്നു. അന്ന് തീപിടിച്ച സമയത്ത് ജനങ്ങളെ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് വലിയ മാർഗങ്ങളൊന്നുമില്ല. അന്ന് അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് കൂട്ടമണി അടിക്കുകയും അർദ്ധരാത്രി അസമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്കും വിളിച്ചിട്ടാണ് ആളുകളെ ഈ ഒരു കാര്യം അറിയിക്കുന്നത്. അപായ സൂചന അറിയിക്കുന്നു. അതിന്റെ ഭാഗമായി ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ അങ്ങോട്ട് ഓടിക്കൂടുന്നു. അമ്പലത്തില് കത്തിപ്പിടിച്ച തീ എല്ലാവരും ചേർന്ന് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കേട്ടിട്ടുണ്ടോ ഗോപാലേട്ട ഇപ്പൊ സംസാരിക്കേണ്ടത് ജസ്ന സലീമിനെ പോലെയുള്ള ചില ആളുകൾ അവിടെ വന്നിട്ട് പ്രഹസനം കാണിക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടാണ്. MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആളുകൾ പാർലമെന്റിലേക്കാണ് പോകേണ്ടത്, അല്ലാതെ അമ്പല കമ്മിറ്റിയിലേക്കല്ല. അമ്പലത്തിന് ആവശ്യമായ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ചെയ്യുന്നുണ്ട്, സർക്കാർ ചെയ്യുന്നുണ്ട്, കേന്ദ്രം ചെയ്യുന്നുണ്ട്. അതൊന്നും കൂടാതെ MLA ഫണ്ടിൽ നിന്ന് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ആളും ചെയ്യുന്നുണ്ട്. ആള് പറയുന്ന ഈ ഭാഗമാണ് പ്രശ്നമായത്. ഒന്ന് കേൾക്കാം. ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് മിത്താണ് എന്ന് പറയുന്ന വേറൊരു MLA. അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രവും അതിൻ്റെ ചൈതന്യവും അതിൻ്റെ പരിപാവനത്വവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഗുരുപവനപുരിയിൽ ഈ വിരുദ്ധ സമീപനമുള്ളവരല്ലേ ഇവിടെ MLA-മാരായി വരുന്നത്? എന്തുകൊണ്ട് ഈ പാർട്ടികൾ, ഇടതുപക്ഷവും വലതുപക്ഷവും, ഞാൻ വീണ്ടും 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 ഉന്നയിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA വിൽക്കാത്തത്? എന്തിനാണ് അവിടെ ഹിന്ദു MLA എന്നുള്ള ചോദ്യം ഹിന്ദുവായ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്തിനാണ്? ഗുരുവായൂർ അമ്പലത്തിലേക്കാണെങ്കിൽ ദേവസ്വം ബോർഡിൽ ആളുകളുണ്ട്, അവിടെ കമ്മിറ്റി ട്രസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ, അതിലൊക്കെ ആളുകളുണ്ടല്ലോ. എന്തിനാണ് ഒരു ഹിന്ദു തന്നെ അവിടെ MLA ആവണമെന്ന് പറയുന്നത്? അവിടെ ഇത്രയും നാള് MLA-മാരായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ ചെയ്ത കാര്യങ്ങൾ, അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക അല്ലെ? അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ വർഗീയത പറഞ്ഞിട്ടല്ല വോട്ട് പിടിക്കേണ്ടത്. എന്റെ പൊന്നു ഗോപാലേട്ടനോട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇന്ന ആളുകളൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നില്ലേ, എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഇന്നും വെല്ലുവിളികൾ നടത്തുന്നുണ്ട്, എന്തുകൊണ്ട് മിണ്ടുന്നില്ല? 1970 തീപിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പറയുന്ന കഥകളൊക്കെ നുണയാണ്. അതായത് അങ്ങനെ ഒരു ചർച്ചിൽ നിന്ന് കൂട്ടമണി വന്നിട്ടില്ല, അങ്ങനെ പള്ളികളിൽ നിന്ന് സഹകരണം ഉണ്ടായില്ല എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കൊമ്മത്ത് നാരായണൻ പണിക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം 1970 തീപിടുത്തം കൃത്യമായിട്ട് കാണുകയും അത് കണ്ടപാട് ഉടനെ ചാടി അമ്പലത്തിലേക്ക് ഓടിക്കയറി ചെന്ന് ജനങ്ങളെ മുഴുവൻ അറിയിച്ച ഒരു വ്യക്തിയാണ്. ആ സമയത്ത് സ്വന്തം കാലിന്റെ തള്ളവിരല് പോലും നഷ്ടപ്പെട്ടിട്ട് ആ വേദന പോലും കടിച്ചമർത്തിക്കൊണ്ട് അമ്പലത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഓടിക്കൂടിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ ഒരുപാട് ആളുകൾ ആദരിച്ചു. അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കണം. പള്ളിയെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ നുണയാണെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചില ആളുകൾ പറയും, ചില സംഘികൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. ഒന്ന് കാണാം. ആരൊക്കെ അടിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഈ മണിയടി കേട്ടിട്ടാണ് നമ്മുടെ ചാവക്കാട് ഏരിയയിലും ഉള്ള സ്ഥലങ്ങളിലൊക്കെ മറ്റേ പള്ളിമണികൾ അടിക്കാൻ തുടങ്ങി. കാരണം ഇവിടുത്തെ മണിയടി നിലയ്ക്കാതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം, അതെ, ഇവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ അർദ്ധരാത്രി സമയത്ത് ഇങ്ങനെ മണിനാഥം കേട്ടപ്പോ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പള്ളിയിലുള്ള മറ്റു മതസ്ഥരൊക്കെ നമുക്ക് സപ്പോർട്ടിങ് പോലെ ചെയ്തല്ലേ, മണിയടിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ കൂടി ഇങ്ങനെ കേട്ടപ്പോഴേക്കും ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ട് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചറിഞ്ഞ് പിടിച്ചപ്പോഴാണ് മനസ്സിലായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നാണെന്നുള്ളതായിരുന്നു. എല്ലാവരും അതോടുകൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നു. ജാതിമതം അതാണ് കാരണം ഇങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ളവർക്ക് മുഴുവൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എളുപ്പം എത്താൻ സാധിച്ചു എന്നുള്ള ഈ മണി. അപ്പൊ എന്റെ കാര്യം കൊണ്ട് വയ്യാണ്ട് എപ്പോഴും ഞാനും പിന്നെ മണിയടിക്കാതെ അവിടെ ഇരുന്നു. കാരണം ഒന്നും പറ്റാണ്ടേക്ക്. അങ്ങനെയാണ്. കോമത്ത് നാരായണൻ പണിക്കർ ദൃക്സാക്ഷിയാ. അദ്ദേഹം അവിടെ കച്ചവടം നടത്തിയിരുന്ന ഒരു മനുഷ്യനാണ്, പാത്രവും മറ്റുള്ള കാര്യങ്ങളൊക്കെ.
പെട്ടെന്നൊരു ശബ്ദം കേട്ട് അദ്ദേഹം പുറത്തേക്ക് നോക്കിയതാണ്. രാത്രി അങ്ങനെ ആ കടകളിൽ തന്നെയാണ് കിടന്നുറങ്ങാറ്. അവിടെയുള്ള പല വ്യാപാരികളും ആ കാലഘട്ടമാണ്, 970 നോക്കണം, കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. പെട്രോമാക്സിന്റെ 4 ലൈറ്റുകളായിരുന്നു ആ അമ്പലത്തിന്റെ 4 ഭാഗത്തായിട്ടുണ്ടായിരുന്നത്. ഒരു തീ പടർന്നത് പോലെ തോന്നി. അദ്ദേഹം ചാടി എണീറ്റു നോക്കിയപ്പോ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിന്റെ ഏതൊരു ഭാഗത്ത് ഇങ്ങനെ തീ പടർന്നത് അദ്ദേഹം കാണുന്നു. ഉടനെ തന്നെ അദ്ദേഹം ഓടുന്നുണ്ട്. ഓടിയിട്ട് പരമാവധി ബഹളം വെച്ച് ആളുകളെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. കുറെ ആളുകൾ എണീക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ അമ്പലത്തിലുള്ള ഒരുപാട് ജീവനക്കാരുണ്ടല്ലോ, അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശബ്ദങ്ങൾ ഉയർത്തുന്നുണ്ട്. അവസാനം ആ മതില്, 10 അടിയോളം ഉയരമുള്ള മതില് പിടിച്ച് കയറി ചാടിയ സമയത്ത് അദ്ദേഹത്തിന്റെ കാലിന്റെ തള്ളവിരൽ ഒടിഞ്ഞു പോകുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആള് ഭയങ്കര ബഹളം വെക്കുന്ന, ആളുകളെ ഉണർത്തുന്നു. എല്ലാവരും ഇടപെടൽ നടത്തുന്നുണ്ട്, വെള്ളം ഒഴിക്കുന്നുണ്ട്. അന്നാ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയെടുത്തിരുന്നത് ഈ മുള ഉപയോഗിച്ചുകൊണ്ട് തറ്റത്ത് ഒരു ചെറിയ ഇത് വെച്ചതിന് ശേഷം, അതിനെന്ത് പറയുന്ന എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ വെള്ളം എടുത്ത് പരമാവധി കെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. മണലും വെള്ളവും ചേർത്തുകൊണ്ട് തീ കെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സംഭവം നടത്തുന്നുണ്ട്. ആ സമയത്താണ് അമ്പലത്തിലെ ആ ഒരു മണിനാദം മുഴക്കാൻ ശ്രമിക്കുന്നത്. ആ ഒരു ശബ്ദം നിലക്കാതെ വരുന്ന സമയത്താണ് ഗുരുവായൂർ സെന്റ് ആന്റണീസ് കത്തോലിക്ക പള്ളിയിൽ നിന്നും അവരും ആ ഒരു കൂട്ടമണി അടിക്കുന്നത്. കൂട്ടമണി നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാവക്കാട് ഭാഗത്തെ പള്ളികള് എന്തോ അപായ സൂചന കേൾക്കുന്നുണ്ടല്ലോ എന്ന ആ ഒരു വിശ്വാസം കൊണ്ട് അസമയത്ത് ബാങ്ക് വിളിച്ച് ജനങ്ങൾ അറിയിച്ചു എന്നുള്ളതാണ്. ഹിന്ദു മുസൽമാനും ക്രൈസ്തവനൊക്കെ ഗുരുവായൂർ എന്നല്ല, ലോകത്തിന്റെ അടുത്ത് ഒരേപോലെയാണ്. അതാദ്യം മനസ്സിലാക്കണം എന്റെ ഗോപാലൻ ചേട്ടാ. ഗോപാലേട്ടൻ വന്ന് പറയുന്ന കാര്യം, MLA സ്ഥാനത്തേക്ക് അവിടെ മുസ്ലിങ്ങളെ വരുന്നുള്ളൂ, ഹിന്ദുക്കൾ വരുന്നില്ല എന്നുള്ളത്. ഗുരുവായൂരുള്ള ആളുകളൊക്കെ ഹിന്ദു മുസൽമാനും ക്രൈസ്തവനാണോ എന്ന് വ്യത്യസ്തമായി വേർതിരിച്ച് വെച്ചിട്ടൊന്നല്ല ജീവിക്കുന്നത്. 970 ആ കാലഘട്ടത്തിൽ ആ മനുഷ്യന്മാരുടെ ഒരു സ്നേഹമാണ്. നീ ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ലേ? ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ മുസ്ലിങ്ങൾ MLA ആണെന്നൊക്കെ പറയുമ്പോ ആ നാടിനൊരു ചരിത്രമുണ്ട്. 1970 തീ കത്തിയതിനു ശേഷം 1971 സാമൂതിരിയുടെ കയ്യിൽ നിന്നും ആ അമ്പലം കേരള സർക്കാർ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നുണ്ട്. അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡ്. പിന്നീട് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അമ്പലം വന്നത്. ആ ഒരു തീപിടുത്തം ഒരു നിമിത്തമാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്, അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാം. ഗുരുവായൂർ അമ്പലനടയിൽ വന്ന് ഒരുപാട് ആളുകൾ ആവശ്യമില്ലാത്ത റീൽസ് എടുത്ത് കൂട്ടുന്നുണ്ട്. വിശ്വാസം വിറ്റ് കാശാക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ജസ്ന സലീമിനെ പോലെയുള്ള പ്രഹസനം കാണിക്കുന്ന ആളുകളുണ്ട്. ഇവർക്കെതിരെയൊക്കെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അല്ലാതെ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു മനുഷ്യനെ അയാൾ മുസൽമാനാണെന്ന രീതിയിൽ പറയുന്ന ഊളത്തരം അത് നിങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തീ പിടിച്ച് അഗ്നിബാധക്കിരയായിട്ട് ഇന്നേക്ക് 56 വർഷം തികയാണ്. നിങ്ങളത് ആലോചിക്കണം കേട്ടോ. ആ അമ്പലം ഇന്ന് ഈ രീതിയിൽ എത്തി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് അവരെല്ലാം കാണിച്ച ആ ഒരു സൗഹൃദം, ആ മതസൗഹാർദ്ദം കൂടി ഉള്ളത് കൊണ്ടാണെന്ന് പറയേണ്ടി വരും. ശ്രീകോവിൽ പോലും വെന്ത് ഭസ്മമാവേണ്ടിയിരുന്ന സ്ഥലത്ത് ജനങ്ങളുടെ, മതം നോക്കാത്ത മനുഷ്യന്മാരുടെ ആ ഒരു സഹായം കൊണ്ടാണ്. അതിന്നൊക്കെ എന്താ ഞാൻ പറയാ. എന്നിട്ടാണ് BJPക്കാര്, ചിത്രത്തിൽ പോലും ഇല്ല അവര്, എന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. ഗുരുവായൂരൊക്കെ BJPയുടെ വോട്ടൊക്കെ എത്ര കുറവാണെന്നറിയോ? ഏകദേശം 45-46% മുസൽമാന്റെ വോട്ട് അവിടെയുണ്ട്, ക്രൈസ്തവന്റെ വോട്ട് ഉണ്ട്, ഹിന്ദുവിന്റെ വോട്ട് ഉണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിയോജക മണ്ഡലത്തിലേക്കാണ് നിങ്ങൾ മത്സരിക്കുന്നത്, അമ്പല കമ്മിറ്റിയിലേക്കല്ല. ഗുരുവായൂർ അമ്പലത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എത്ര തവണ ആലോചിക്കണമെന്നറിയോ? എന്ത് പറയാനാ. ഇവനൊക്കെ വർത്താനം കേട്ട വിചാരിക്കും ഇവനൊക്കെ ചേർന്നുകൊണ്ടാണ് അമ്പലത്തിൽ തൊഴാൻ ഞങ്ങൾക്കൊക്കെ അവസരം കിട്ടിയെന്നുള്ളത്. നീയോ നിന്റെ പാർട്ടിയോ ചേർന്നുകൊണ്ടല്ല ഗുരുവായൂർ അമ്പല വിളംബരം ഒന്നും നടത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളോട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ ചവിട്ടി താഴ്ത്തുന്ന ആ ഒരു മനോഭാവമാണ് നിനക്കിപ്പോൾ ഉള്ളത്. ഇവിടെ ഹിന്ദു മുസൽമാനും ക്രൈസ്തവനൊന്നും ഇല്ല, അതാദ്യം മനസ്സിലാക്കുക. അന്ന് ഏകാദശിയുടെ പോലീസ് വിളക്കായിരുന്നു, പണിക്കർ ഓർക്കുന്നു. രാത്രി വിളക്ക് എഴുന്നള്ളിപ്പ് കഴിഞ്ഞു. രാത്രി 12:30 ഭക്തരെ പുറത്താക്കി ഗോപുരവാതിലുകൾ അടച്ചു. നാരായണ പണിക്കർ പീഡികയിലായിരുന്നു ഉറക്കം. രാത്രി 1:30 എഴുന്നേറ്റപ്പോഴാണ് ക്ഷേത്രത്തിനുള്ളിലെ പുക കണ്ടത്. ഗോപുരവാതിലിന്റെ വിടവിലൂടെ നോക്കിയപ്പോൾ അകത്ത് തീ ആളിക്കത്തുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു കൃത്യമായ ഇടപെടല് മൂലം, അതുകൊണ്ട് മാത്രമാണ് നമുക്കിന്ന് ആ അമ്പലം ഇന്ന് ഈ രീതിയിലെങ്കിലും കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങും, എല്ലാം കത്തി ഭസ്മമാവും. അങ്ങനെ എന്ത് പറയാനാ. ഇങ്ങനെ കുറെ ആളുകളുണ്ടോ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഗോപാലകൃഷ്ണനാണോ നിങ്ങൾ വോട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? മണ്ടത്തരാണ്. ഞാൻ കാര്യമായിട്ട് പറയാം, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിൽ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനൊക്കെ ഒരുപോലെ തന്നെയാണ് എന്നുള്ളതാണ്. അവിടെയാണ്
ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ആളുകളുടെ മതം നോക്കി സംസാരിക്കുന്നത്. ഷാജി ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു, അയാൾക്കെതിരെ രണ്ട് വകുപ്പിട്ടിട്ട് കേസ് എടുത്തിട്ടുണ്ട്, കേസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ BJP-ക്കാർ നിരന്തരമായിട്ട് മുസ്ലിങ്ങളെ വേട്ടയാടുന്നുണ്ട്, ക്രൈസ്തവനെ വേട്ടയാടുന്നുണ്ട്, ദളിതനെ വേട്ടയാടുന്നുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മൾ നിരന്തരമായിട്ട്. ഇനി ഇയാൾ മത്സരിക്കുകയാണെങ്കിൽ തന്നെ ഇയാൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുടെ മനോഭാവം കൂടി നിങ്ങൾ നോക്കണം. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ മുസ്ലിങ്ങളാണ് ഉള്ളത്, ഹിന്ദുക്കളില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ടത് എന്ത് കാര്യമുള്ളത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊന്നാനിയിൽ ഈ BJP-ക്കാർ നിരന്തരമായിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറയുന്ന ഒരു സ്ഥലമാണ് പൊന്നാനി, അല്ലെ? ഈ പൊന്നാനിയിൽ ഇത്ര നാളായിട്ട് ഹിന്ദുക്കളാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് അത് പറഞ്ഞുകൂടെ? ഇവിടെ വലിയൊരു പള്ളിയുണ്ട്, ചരിത്രമുറങ്ങുന്ന പള്ളിയാണ്, 1510 നിർമ്മിച്ച പള്ളിയാണ്. ഈ പള്ളി സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്, മുസ്ലിങ്ങളുടെ കടമയാണ്. മുസ്ലിങ്ങളാണ് ഇവിടെ മത്സരിക്കേണ്ടത്. ആരെങ്കിലും പറയുന്നുണ്ട്? ഇല്ല. അവർക്ക് ബോധമുണ്ട്. ഈ ജനാധിപത്യ രാജ്യത്ത്, ഈ മതേതര രാജ്യത്ത് ഇങ്ങനെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആളുകളാണ് മത്സരിച്ച് വിജയിക്കുക. അവിടെ രാഷ്ട്രീയം, മതം, തേങ്ങ, അത് ഇത്. എന്തായാലും ഇയാൾക്കൊരു മറുപടി കൊടുക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യമായിരുന്നു. ഒരാൾ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, 1970 ഇങ്ങനെ ഒരു സംഭവം നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അതിനടിയിൽ ഏറ്റവും കൂടുതൽ കണ്ട കമന്റ് എന്താ അറിയോ? അങ്ങനെ ഒരു പള്ളി തന്നെ അവിടെ ഇല്ല എന്നുള്ളതാ. എന്ത് പറയാൻ, ആ പള്ളി ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പള്ളിയുടെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഈ നാരായണൻ പണിക്കർ പറഞ്ഞ വാക്കുകളെങ്കിലും നിങ്ങൾക്ക് വിശ്വസിച്ചുകൂടെ? ആ നാട്ടിൽ ഇന്നും ആ ഒരു കാര്യം കഥയായിട്ട് ആളുകൾ കൈമാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു നല്ല സൗഹൃദത്തിന്റെയും കൂടി കാര്യമാണെന്നുള്ളതാണ്. ഇലക്ഷനൊക്കെ കഴിയും, ഈ പറയുന്ന ആളൊക്കെ ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഊളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്നും കണ്ടും കേട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ സൗഹാർദ്ദം അതൊരിക്കലും നശിപ്പിക്കരുത്. ഗുരുവായൂർ ഒരുപാട് ആളുകളുണ്ട്, അതിൽ ജാതി മതവും വർണ്ണവും വർഗമൊന്നും നോക്കാറ് പോലുമില്ല. അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ വോട്ട് ചെയ്യും. അവിടെ നിൽക്കുന്നത് മുസൽമാനാണോ ക്രൈസ്തവനാണോ ഹിന്ദുവാണോ എന്നൊന്നും നോക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ ആളുകളുടെ ഉള്ളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്, മുസ്ലിങ്ങളാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്, ഗുരുവായൂർ അമ്പലമുള്ളൊരു നാടല്ലേ, അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന്. എങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് മെമ്പർ ഓഫ് പാർലമെന്റിലേക്കാണ് നമ്മൾ ജയിപ്പിച്ചു വിടുന്നത്. ദേവസ്വം ബോർഡ് ഉണ്ട്, അവിടുത്തെ കാര്യങ്ങൾ നോക്കാം. സർക്കാരുകളുണ്ട്, കോടതികളുണ്ട്, അവരത് നോക്കട്ടെ. ഇയാളുടെ നാമനിർദ്ദേശ പത്രിക അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലേ, കളക്ടറാണ് അന്വേഷിക്കുന്നത്. കേസ് അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഈ പറഞ്ഞ ഊളത്തരത്തിനുള്ള മറുപടി ജനാധിപത്യ രാജ്യത്ത് ഈ കോടതികളിൽ നമുക്ക് വിശ്വാസം ഉണ്ട്, ആ വിശ്വാസങ്ങൾ തകർക്കാതിരിക്കട്ടെ. അത്ര പറയുന്നുള്ളൂ. വീണ്ടും ഒരു പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.